നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷം വീണ്ടും പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയാണ് CPM. ഇപ്പോൾ പാർട്ടിക്ക് ഭീഷണിയായി നിൽക്കുന്നത് മറ്റാരുമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറാണ്. തന്നെ പാർട്ടിയിൽ തരം താഴ്ത്തുകയോ പുറത്താക്കുകയോ ചെയ്താൽ താൻ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തും, അതിലൂടെ മുൻ മന്ത്രിമാരായ ഉന്നതരടക്കം പലരും കുടുങ്ങും എന്ന് തന്നെയാണ് പത്മകുമാർ പുറത്തു പറഞ്ഞിരിക്കുന്നത്. താൻ പുസ്തകം എഴുതുകയാണെന്നും അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകും എന്നും പത്മകുമാർ പാർട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. പാർട്ടി ആകെ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ തന്നെ വമ്പൻ പരാജയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് നേരിടേണ്ടി വന്നത്. ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാതെ നിൽക്കുകയാണ് CPM. ആ അവസരത്തിൽ ഇനിയൊരു തിരിച്ചുവരവിന് ഇടയില്ലാത്ത വിധം ശബരിമല സ്വർണ്ണക്കൊള്ളയും സ്ത്രീ പ്രവേശനവും ഒക്കെ പുറത്തു വന്നാൽ പാർട്ടിയെ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കുകയുള്ളൂ, നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വമ്പൻ പരാജയത്തിന് കാരണങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമല സ്ത്രീ പ്രവേശനവും അതിൽ വലിയ പങ്കുവഹിച്ചു എന്ന് തന്നെയാണ്. തോൽവിക്ക് ശേഷവും ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകാത്ത വിധം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്കാണ് പാർട്ടിയുടെ പോക്ക്. താഴെത്തട്ട് മുതൽ അഭിപ്രായം തുറന്നു പറയാൻ കമ്മിറ്റികളിൽ ആഹ്വാനം ചെയ്തപ്പോൾ അത് പിണറായിക്കും MV ഗോവിന്ദനും നേരെയുള്ള വിരൽ ചൂണ്ടലായി മാറി. എന്നാൽ ഈ വിരൽ ചൂണ്ടലൊന്നും തങ്ങളെ പുറത്താക്കാൻ പര്യാപ്തമല്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതൊക്കെ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതാണ്. തങ്ങൾ പുറത്തുപോയാൽ ഇനി നേതാവാകാൻ ആരുണ്ട് എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പാർട്ടിക്കാരുടെ മുഖത്ത് നോക്കി ചോദിച്ചതുപോലെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഇനി മറ്റ് നേതാക്കളില്ല എന്ന് MV ഗോവിന്ദൻ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യമായ ഒത്താശ ചെയ്തു എന്നും കൃത്യവിലോപം നടത്തിയെന്നുമാണ് പത്മകുമാറിനെതിരെയുള്ള കേസ്. അതിന്റെ പേരിലാണ് ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞത്. എന്നാൽ കൃത്യസമയത്തിന് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിയുടെ പങ്ക് വ്യക്തമായിരുന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പത്മകുമാർ ഇപ്പോൾ നടപടിയുണ്ടാകും എന്നൊരവസ്ഥ വന്നപ്പോൾ സ്ത്രീ പ്രവേശന സമയത്ത് തന്നെയും IG ശ്രീജിത്തിനെയും ഒക്കെ പാർട്ടി ചതിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പത്മകുമാർ ഇപ്പോൾ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ തനിക്കെതിരെ പാർട്ടിയിൽ നിന്ന് നടപടിയുണ്ടായാൽ തീർച്ചയായും താൻ എല്ലാം വെളിപ്പെടുത്തുമെന്നും അത് പാർട്ടിയെ തകർക്കുമെന്നും പത്മകുമാർ ആണയിടുന്നു. താൻ ആത്മകഥ എഴുതുകയാണെന്നും അതിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി പറയും എന്നും പത്മകുമാർ പാർട്ടി നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നു. ആ ഭീഷണിയിൽ കുലുങ്ങി തന്നെയാണ് പ്രതിപക്ഷ നേതാവിനോട് അടുപ്പമുള്ളവർ പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരിക്കുന്നതിനുള്ള ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആ രീതിയിൽ സ്വാധീനവും ചെലുത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനെയാണ് ദൂതനായി നിയോഗിച്ചിരിക്കുന്നത്. താൻ എല്ലാ കാര്യങ്ങളും അതത് ദിവസം ഡയറി എഴുതുന്നയാളാണെന്നും ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അത് ഓരോ കാര്യങ്ങളും ആത്മകഥയിൽ പ്രതിപാദിക്കുമെന്നും പത്മകുമാറിന്റെ ഭീഷണിപ്പെടുത്തൽ. അതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണപ്പാളിയെന്ന് മാറ്റി ചെമ്പുപാളിയെന്ന് എഴുതിയത് തന്റെ കൈയക്ഷരത്തിലല്ല എന്നും മറ്റാരോ എഴുതിയതാണെന്നും അത് ഒപ്പിടേണ്ടി വന്നത് പുറത്തു നിന്നുള്ള നിർബന്ധം മൂലമാണെന്നും താൻ അതിന് നിർബന്ധിതനാവുകയാണെന്നും പത്മകുമാർ വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ പാർട്ടിയുടെ അടിവേരിറക്കും. അതേസമയം പത്മകുമാറിന്റെ പ്രസ്താവനകളെ പാർട്ടി നേതൃത്വം ഭയത്തോടെ കാണുന്നുവെങ്കിലും അത് കൂടുതൽ നടപടിയെടുക്കാതിരിക്കുന്നതിനുള്ള സമ്മർദ്ദതന്ത്രമായി വ്യാഖ്യാനിക്കുന്നവരും ഏറെയാണ്. ശബരിമലയിൽ മുമ്പ് സ്ത്രീ പ്രവേശനം നടന്നപ്പോൾ ബോധപൂർവം പ്രസിഡന്റായ തന്നെ മാറ്റി നിർത്തുകയായിരുന്നു. ഒപ്പം IG-യായ ശ്രീജിത്തിനെയും. തന്റെ വീട്ടിൽ നിന്ന് യുവതികളാരും ശബരിമലയിൽ സന്ദർശനം നടത്തില്ല എന്ന് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ശബരിമല പ്രക്ഷോഭണ കാലത്ത് പത്മകുമാറിന്റെ പ്രസ്താവന വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ സമയത്ത് ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന രീതിയിൽ പത്മകുമാർ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. IG ശ്രീജിത്തിനോട് എത്രയും പെട്ടെന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യാനെത്തിയ ശ്രീജിത്തിന് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണാൻ പോലും രാത്രി സമ്മതിച്ചില്ല. രാവിലെയാണ് IG ശ്രീജിത്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടന്ന വിവരം പോലീസ് ആസ്ഥാനത്ത് വെച്ച് അറിയുന്നത്.
അതുപോലെ പത്മകുമാർ വീട്ടിൽ വെച്ചാണ് അറിയുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വാർത്ത അറിഞ്ഞുടൻ പത്മകുമാർ ഉന്നതനെ കാണുകയും തന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു എന്ന് പറയുകയും ചെയ്തതായി പത്മകുമാർ വെളിപ്പെടുത്തുന്നു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കാൻ തയ്യാറായിരുന്നു എന്നും എന്നാൽ തന്റെ രാജിക്കത്ത് ഉന്നതൻ സ്വീകരിച്ചില്ല എന്നും പാർട്ടി അതിന് തടയിട്ടു എന്നും പത്മകുമാർ ആണയിടുന്നുണ്ട്. എന്തായാലും അതിനുശേഷം പാർട്ടി കുറേശ്ശെ പത്മകുമാറിനെ ഒതുക്കുന്നതാണ് കണ്ടത്. പിന്നീടാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഭീഷണി സ്വരം ഉയർന്നത്. തന്നെ പുറത്താക്കിയാൽ, തന്നെ ഒതുക്കിയാൽ താൻ എല്ലാം തുറന്നു പറയും എന്ന രീതിയിൽ. ഇപ്പോഴത് ആത്മകഥയിലേക്കും എത്തി നിൽക്കുന്നു. ഈ ആത്മകഥ പുറത്തിറങ്ങിയാൽ അത് CPM-ന്റെ അവസാനത്തെ അണിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് പത്മകുമാറിനെ സാന്ത്വനിപ്പിക്കാൻ പത്മകുമാറുമായി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നത്. എന്തായാലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അനുനയ ചർച്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. അനുനയ ചർച്ചകൾ വിജയിച്ചില്ല എങ്കിൽ വലിയൊരു ബോംബായിരിക്കും രാഷ്ട്രീയ കേരളത്തിൽ പൊട്ടാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം മുഴുവൻ, ഭക്തജന സമൂഹം മുഴുവൻ ആ ആത്മകഥയ്ക്ക് വേണ്ടി, ആ ചതിയുടെ കഥകൾ അറിയുന്നതിന് വേണ്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.